السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم. أما بعد. പ്രസ്തുത സഹോദര സഹോദരിമാരെ, ഞങ്ങൾ ഇതിന് മുന്നോളൂ കഴിഞ്ഞ എപ്പിസോഡിലു ഒരു ഹദീസ് വിഷയത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കി വന്നോളൂ. അതായിട്ട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു സഹാബിയുടെ ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ജണ്ട് പതായിട്ടിക്കടയിലേക്ക് ചെന്ന് കൊടുത്തത്, അതും ദീൻ്റെ അസല് ചെന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവർ ദീൻ്റെ അസലായിട്ട് ഈ ഹദീസ് ഇമാം നവവി അല്ല അതിലോ അർബഊൻ നവവി ചെന്ന ഗ്രന്ഥത്തിൽ മഷൂറായിട്ടുള്ളൂ ആ ചെറിയ കിതാബിലും അതിൽ ഇത് ഈ ഹദീസ് കൊണ്ടുണ്ട്. അത് അതിൽ കൊമ്പറ കാരണം ഈ ഹദീസ് ദീനൊരു അസിൽ ചെന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് അതിൽ ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. ആമൻതു ബില്ലാഹിയുടെ വിഷയത്തിൽ ഞങ്ങൾ ചുമ വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയ പഠിച്ച, അതായത് അള്ളാഹുടെ മേൽ ഈമാൻ ചെന്ന് എന്തായിട്ടിക്കട്, അള്ളാഹുടെ മേൽ ഈമാൻ പരിപൂർണ്ണതായിട്ട് അങ്ങ് വീകരിച്ചെന്ന് എങ്ങനായിട്ട് ചെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ അങ്ങ് ഇന്നൊന്നും മനസ്സിലാക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖുൽ ആമൻതു ബില്ലാഹി ചെന്ന അത് അവിടെ ഞാൻ മനസ്സിലാക്കണം. ഈ ഈമാൻ ചെന്നെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് മുട്ട ഈമാൻ ചെന്നെങ്കിൽ ഖൗലുൻ ബിൽ ലിസാൻ തസ്ദീഖുൻ ബിൽ ഖൽബ് അമലുൻ ബിൽ ജവാരിഹ്. അതായത് ഖൗലുൻ ബിൽ ലിസാൻ അത് നാവ് കൊണ്ടിട്ട് ഉച്ചാരണാക്കുള്ളതായിട്ട് ഈമാൻ. പിന്നെ തസ്ദീഖുൻ ബിൽ ഖൽബ് ഞങ്ങളെ കൽബിൽ ഞങ്ങൾ അത് നേരാക്കുള്ളതായിട്ട് ഒരു വിഷയം ഞങ്ങൾ കണ്ട വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉള്ളാണ്ടാമത്തു ഞങ്ങൾ അതിനെ നേരാക്കണം. അള്ളാഹു ഉള്ള ചെന്ന് അത് തസ്ദീഖാക്കണം, അത് കബൂലാക്കണം, അത് സ്വീകരിക്കും. പിന്നെ ഒന്നായിട്ട് അൽ അമലും ബിൽ ജവാരിഹ്. ഞങ്ങൾ ആ കേട്ടത് ഈമാൻ വിഷയം മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ അതേപോലെ ഞങ്ങൾ അംഗ കണ്ടിട്ട് ഞങ്ങളെ കൈക്കാൽ ഞങ്ങളെ കൈ അതെല്ലാം അതേപോലത്തെ അംഗ കൊണ്ടിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണം. ഞങ്ങൾ പ്രാവർത്തികമായിട്ട് ആക്കും ചെല്ലത് അതും ഈ അമലും ബിൽ ജവാരിയുടെ അർത്ഥമായിട്ട്. അപ്പോൾ ഈ മൂന്ന് ഇതായിരിക്കും ഈമാൻ്റെ താരീഫ്. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഈമാൻ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മആസി. ഈമാൻ അനുസരണ കൊണ്ടിട്ടു, അള്ളാഹുടെ അനുസരണ കൊണ്ടിട്ടു റബ്ബ് സുബ്ഹാനഹു വതആല കൽപ്പനയായിട്ട് ഞങ്ങൾ പാലിക്കുമ്പോൾ ഈമാൻ കൂടും യാറാവും. പിന്നെ യൻഖുസു ബിൽ മആസി അത് പാപങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ തപ്പ് ചെയ്യുമ്പോൾ അള്ളാഹുടെ വിരുദ്ധമായിട്ട് അള്ളാഹുടെ കൽപ്പന വിരുദ്ധ എതിർ പോകുമ്പോൾ അത് ഞങ്ങൾ ഈമാൻ കുറഞ്ഞു പോകും, ഞങ്ങൾ ഈമാൻ കുറയിട്ട് ഇതായിരിക്കും ഒരു അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കില്ല. ചെന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്ത് അഖീദയായിട്ട് ഈമാൻ്റെ വിഷയം ഇതല്ലാത്ത ഇതിന് വിപരീതമായിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ചില തെറുതപ്പി പോയ ചില കുറെ കൂട്ടെല്ലാം അതിൽ പെട്ടതായിട്ട് ഇസ്ലാമെല്ലാം കുറേ കാണാൻ ഇസ്ലാമിൽ നിന്ന്, അതായത് ശരിയായ പാതയിൽ നിന്ന് തെറുതപ്പി പോയോ ഖവാരിജും മുർജിയ ജഹ്മിയ ജബരിയ പോലത്തെ കുറേ ഖദരിയ ഇങ്ങനത്തെ എല്ലാം ചുമ്മാ ഫിർഖത്തുണ്ട്, ഷിയ പോലത്തതെല്ലാം ഇതെല്ലാം തെറുതപ്പി പോയിട്ട് അതും ഈമാൻ്റെ വിഷയത്തിലായിട്ട് ചിന്തന മനസ്സിലാക്കി വേണം. അതായിട്ട് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കുമല്ലോ. ഈ മൂന്ന് വിഷയത്തും ഈ ഹദീസിൽ ദലീലുണ്ട്. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ നിങ്ങൾ ചെല്ലുറുണ്ട് ആമൻതു ബില്ലാഹ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കുൽ ചൊല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുറു നിങ്ങൾ നാവ് പദ കൊണ്ട് ഉച്ചരിക്കൊരു ചിന്ത ചെന്നറോടെ. അതായത് ഖൗലുൻ ബിൽ ലിസാൻ നാവ് കൊണ്ടിട്ട് ഞങ്ങൾ ഉച്ചരിക്കും ഞങ്ങൾ ചെല്ലത്. അതായിട്ട് ഇവിടെ പടിപാട്ടി നമുക്ക് ഈ ഹദീസിൽ ഞങ്ങൾ കിട്ടുന്നത്. രണ്ടാമത് ആമൻതു ബില്ലാഹ് ഞാൻ അള്ളാഹുവിന്റെ മേൽ വിശ്വസിച്ചതായിട്ട്. ഇത് രണ്ട് വിഷയമുണ്ട്. ഒന്ന് ഈ കൽബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമൻതു ചൊല്ലുമ്പോൾ കൗല് ആ കൽബിയുടെ ഒരു കൗലായിട്ട് ഈ ഞങ്ങളെ ഹൃദയത്തിൽ ജന്മ കൗല് കൽബിയുടെ കൗലുണ്ട്, കൽബിയുടെ അമാലുണ്ട്, കൽബ് രണ്ട് ഇതുണ്ട്. അതായത് കൗല് ചൊല്ലുമ്പോൾ ഈ ആമൻതു ചൊല്ലത് അത് കൽബിൽ പെട്ടു ഞാൻ അതിൽ അംഗീകരിച്ചുള്ളത്. അതായത് ഈ കൗലും ബിൽ കൽബ് കൗലുൽ കൽബ് ചെന്നെങ്കിൽ പണ്ഡിതന്മാർ ചെന്നത് അഹ്ലുൽ ഇൽമ് ചെന്നത് അതിൽ അതായത് കൗലുൽ കൽബ് ചെന്നെങ്കിൽ ഹുവൽ ഇഖ്റാറു ഹുവ ഇഅ്തിറാഫു. അതായത് ഞങ്ങൾ പഠിച്ചത് അത് അതിൽ അംഗീകാരം അതിൽ അള്ളാഹു ഉള്ള ചെന്ന് അംഗീകരിക്കുന്നതും അതേപോലെ ഇഅ്തിറാഫ് അത് മനസ്സിലാക്കുന്നതുമായിട്ട് അത് അറിയുന്നതുമായിട്ട് അതായത് കൽബിയുടെ കൗൽ ചെന്ന് മനസ്സിലാക്കുള്ളത്. പിന്നെ ഒന്നായിട്ട് കൽബിയുടെ അമൽ ചെല്ലത്. ഈ കൽബിയുടെ അമലിലേക്ക് ബാക്കി ഈ വിഷയമെല്ലാം ഉൾപ്പെട്ട് ഇൻഷാല്ലാഹ് പിന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആമൻതു ചൊല്ലുമ്പോൾ അവിടെ മനസ്സിലാക്കി ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ആമൻതു ഞങ്ങൾ ഞാൻ അള്ളാഹുടെ മേൽ വിശ്വസിച്ചില്ല, ഞാൻ ഈമാൻ കോന്നില്ല. അതായിരിക്കും ഞാൻ ഇഖ്റാർ ഞാൻ അംഗീകരിച്ചില്ല, ഞാൻ അത് മനസ്സിലാക്കില്ല, ഞാൻ അള്ളാഹു ഉള്ള ചെന്ന് അള്ളാഹുടെ മേൽ ഈമാൻ കൊമന്നില്ല ചെല്ലത്. അതായിരിക്കും ഞങ്ങളോട് മനസ്സിലായി തസ്ദീഖും ബിൽ ഖൽബ്. ഒരു ഇത് ഈ ഹദീസ് എന്താ ചെന്നെങ്കിൽ അതുക്കുള്ളതാ ഈ ഞങ്ങൾ ഈമാൻ്റെ ഞങ്ങൾ മൂന്ന് താരീഫ് അതിക്ക് ദലീലെത്തിയത്. പിന്നെ ഞങ്ങൾ ചെന്നത് അൽ അമലും ബിൽ ജവാരിഹ്
ഞങ്ങൾ അംഗ കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നത്. അതായിട്ട് ഐക്കുള്ള ദലീലായിട്ട് സുമ്മസ്തഖിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്. നീ പിന്നെ എന്താക്ക്, നീ ഈ പാതൽ നീനിപ്പോൾ നിൻ്റെ പാതൽ, അതായത് ഈ അള്ളാഹുടെ മേലെ ഈമാൻ വെക്കൽ, ഈ വിഷയത്തിൽ ദീൻ്റെ വിഷയം പരിപാടിയത് ഈ ദീനായിട്ട് ഒരു പദത്തിൽ ഉൾപ്പെട്ടത് ആമന്തു ബില്ലാഹ്. പിന്നെ ഈ വിഷയത്തിൽ നീ ഗട്ടി പിടിച്ചിട്ട് ഇത് മനസ്സിലാക്കി നീ ഗട്ടി പിടിച്ച് ഉറച്ചു നിൽക്കണം. അതായത് സുമ്മസ്തഖിം, ഈ പാതൽ ഇത് നീ ഈ സിറാത്തെ മുസ്തഖിം, അതായത് നേരായിട്ടുള്ള ഈ പാതൽ നീ നിലനിൽക്കണം, നീ ഗട്ടി നിൽക്കണം. നീ ഓർക്കത്തും എതിർപേരെ തിരിഞ്ഞു നോക്കോ തീരാൻ. അവിടെ ഞങ്ങൾ ഇത് മനസ്സിലാക്കും. ഞങ്ങൾ ഈ ഹദീസിൽ മനസ്സിലാക്കിയിട്ട് ആ സഹാബി കേട്ടെന്ന് വെച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, നബി നീ ഞങ്ങൾക്ക് ഇസ്ലാമിൽ കൗല് ഒരു വിശേഷിച്ച് പടിപെടുത്തവർ ചെന്നെങ്കിൽ അതർത്ഥമായിരിക്കും ഇസ്ലാം ചെന്ന് അവിടെ ഉദ്ദേശിക്കുക ശരീഅത്തായിരിക്കും. ഇസ്ലാം ഈ ശരീഅത്തിലെ വിഷയത്തിൽ ശരീഅത്തെ നക്കു നിങ്ങൾ ഒന്ന് വിഷയം പടിപെടുത്തവർ ചെന്നു, അതിനാൽ നിങ്ങളല്ലാണ്ട് വേറെ ആയിട്ട് കേൾക്കില്ലാണ്ട്. അപ്പോൾ ആ ശരീഅത്തെ വിഷയം കേൾക്കുമ്പോൾ അതായിരിക്കും അവർ ചെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീഅത്ത് ദീൻ്റെ ഇടി ചെന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു സുമ്മസ്തഖിം ചെല്ലുമ്പോൾ നീ എതിർ പേർ ഉറക്കം നീ തിരിയുക. ഈ ഇസ്ലാം ആമന്തു ബില്ല ചെന്ന് ഞങ്ങൾ ആമന്തു ബില്ല ചെന്നാൽ പിന്നെ ഇതിൽ ഉൾക്കൊണ്ട വിഷയമെല്ലാം ഞങ്ങൾ ആശയത്തെല്ലാം ഞങ്ങൾ ഇത് മുന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കില്ല. അങ്ങനെ അത് മനസ്സിലാക്കി നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെന്നല്ലോ. അതായത് നീ ഇത് മനസ്സിലാക്കി എതിർ പോകുമ്പോൾ നടക്കുമ്പോൾ നീ എതിർ പേരോ തിരിഞ്ഞു നോക്കോ തീരാണ്ട്, അതായത് നീ ലെഫ്റ്റ് റൈറ്റും തിരിഞ്ഞു നോക്കോ തീരാണ്ട്. ಬೇರೆ ದೀನ ಸಮುಂಡ ನಾನುಳ್ಳ ಆಶಯ ಸರಿಯ ತಪ್ಪ അങ്ങനത്തെ ಶಕ್ ಚೆಲ್ಲದಲ್ಲಿ ಬರುತ್ತೀರ. ನಂಗೊಂತುಂಡು ಈ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ಏಳು ಶರ್ತು ಅದ್ಲು ಬಿಟ್ಟದೈಟಿಗೆ ನಂಗೆ ಯಕೀನು ವೇನು ಚೆಂತ. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനമായിട്ട് എന്നുവെച്ചാൽ ദീനിൻ്റെ അടിസ്ഥാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമന്തു ബില്ലാഹ് ചെല്ലത്. അതായിരിക്കും ചെന്നത് സുമ്മസ്തഖിം, പിന്നെ നീ ഇത് നിലനിൽക്കണം. ഈ ജണ്ട് പദ ദീൻ്റെ എല്ലാ വിഷയവും ഇതിൽ ഉൾപ്പെട്ട ഒരു ജാമ്യ ആയിട്ടിക്കട്, അതായത് എല്ലാം ഉൾക്കൊണ്ട പോലത്തെ ഒരു പദമായിട്ടിക്കട്. അപ്പം ഈ ഈ ഇതിൽ നമുക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇത് ദീൻ്റെ ജണ്ട് ഷർത്ത്, അതായത് ഏതൊരു പ്രവൃത്തി കബൂലോടെ ഉണ്ടായെങ്കിൽ ജണ്ട് ഷർത്തുണ്ട്. അതായിട്ടിക്കറ് അൽ ഇഖ്ലാസ് വൽ മുതാബ, അതായത് ഇഖ്ലാസ് അള്ളാഹു മാത്രമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് അള്ളാഹു മാത്രമായിട്ട് തീരണം. ആ ഇഖ്ലാസ് ഈ ഹദീസിൽ ഈ ഞങ്ങൾ ചെന്ന മനസ്സിലാക്കിയപ്പെടുത്തി ഈ ഹദീസിൽ ഉൾപ്പെട്ടു. അതേപോലെ മുതാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റു. അതെടുക്കുന്ന സിറാത്ത് ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇങ്ങനെ പടിവാറ്റുന്ന അതേ രീതിയിൽ നടക്കും. ഒരു നിസ്കാര ചെല്ലുമ്പോൾ നിസ്കാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പടിവാറ്റുന്ന സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കുക ഇങ്ങനെ നിസ്കരിക്കുക കണ്ടത് അങ്ങനെ നിസ്കരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ അതേ രീതിയിൽ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാറ്റിയ രീതിയുണ്ട് നിസ്കാരം. അതേ രീതിയിൽ ಅದರ വാജിബാത്തും ಅದರ ಶುರೂത്തും ಅದರ ಅರ್ಕಾനും ಅದರ ಸುನನ್ ಎಲ್ಲ ಅದರ ಪೂರ್ತಿಗರಿച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി രീതിയിൽ നിസ്കരിച്ച് മാത്രം ഇരിക്കുന്നത് ഖുബൂലൗഡ്. അത് ഒന്ന് ഷർത്ത്. ജന്നാമത്തതായിട്ട് ഇഖ്ലാസ്, അത് അള്ളാഹു മാത്രമായിട്ട് ഇഖ്ലാസിൽ തൗഹീദിൻ്റെ ഭാഗമായിട്ട് തൗഹീദ് ഉൾപ്പെടുന്നതായിട്ട് ഒരാൾക്കും നിങ്ങൾ മുഷാറക്കത്ത് കൊടുക്കുന്നില്ല, അതിൽ പാർട്ട്ണർ കൊടുക്കുന്നില്ല. നിസ്കാരാമത്തെ ഇബാദത്ത് ചെല്ലത് അള്ളാഹു മാത്രം സൽക്കരിച്ച് നിങ്ങൾ കൊടുക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം തീരണത്. അത് റിയം ഉൾപ്പെടുത്തില്ല. അതായത് ഒരാളിനെ നോക്കിയുള്ള அவங்க പേരായിട്ട് അത് തഹ്സീൻ ആക്കിയുള്ള തസീൻ ആക്കിയുള്ള, അതായത് അത് ചന്താക്കിയുള്ള ചെന്ത് ನಾನು ನಿಸ್ಕಾರ ഒരാളിനെ നോക്കിയുള്ള ചെന്ത് ഞങ്ങൾ ചന്ത നിസ്കരിക്കുക അത് അതിൽ മുഷാറക്കത്ത് കിർത്തി അള്ളാഹു അത് ഇഖ്ലാസ് അവിടെ ഇഖ്ലാസ് നീക്കട പോലത്തെ ഒരു വിഷയമായിട്ട് കിടത് റിയ ചെല്ലത്. അപ്പോൾ അത് ഇഖ്ലാസ് ചില ഷർത്ത് അതിൽ നിന്ന് പോകണ്ടു. ഷർത്ത് പോയിട്ടാണ് അത് ഞങ്ങൾ അമൽ കബൂലാവണ്ടിക്കോ ഒരു കാരണമായിട്ട് തീരും. അപ്പോൾ ഈ ഹദീസിൽ ഞങ്ങൾ മനസ്സിലാക്കിയുള്ള വന്ന് അപ്പോൾ ഈ ഹദീസിൽ രണ്ട് ഷർത്തും ഇതിൽ ഉൾപ്പെട്ട് ചെന്ന് ഞങ്ങൾക്ക് ഹിറ്റിത്ത് ഈ വിഷയത്തിൽ അടിയുറച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വേണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ആക്കിയ എല്ലാ പ്രവർത്തനവും ഈ ജന്റ് ക്ഷേത്രത്തിൽ അടിസ്ഥാനപരമായിട്ട് നിപ്പാട്ടിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ಇಂತ ಕುಬೂಲಾಗಿ ಮಾರಟ್ಟು ഞങ്ങളോ ಈ ಹದೀಸ್ ಕೇಟದರಂತೆ ಯಾರ ನಂಗೆ ಅಮಲಾಕೋಗು ನಂಗೆ ತೌಫೀಕ್ ನನ್ನ ಜೀವನದಲ್ಲಿ ಕೊಮ್ಮಂತೆ ಅದರ ಮೇಲೆ ಅಮಲಾಕೋ ತೌಫೀಕ್ ಅಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಅನುಗ್ರಹಿಕಟ್ಟೆ. ವ ಆಖಿರ್ ದೌನ ಅನಿಲ್ ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ವಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.